അപ്പോൾ ഞങ്ങളുടെ തൊമ്മൂൻ്റെ 4ാമത്തെ ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ ചെറിയ മോൻ വലിയ മോനായി. അപ്പോൾ തൊമ്മൂന് മാമൻ്റെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ തൊമ്മു. Many many happy returns of the day. Many many happy returns of the day. And bless you. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ തൊമ്മൂൻ്റെ 4th ബർത്ത്ഡേ ആണ്. 6 മാസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോണിക്കിൻ്റെ ബർത്ത്ഡേ കേക്ക്, ഡ്രസ്സ്, ബലൂൺ ഒക്കെ വേണമെന്ന്. കാരണം സോണിക്കിൻ്റെ ഒരു കാർട്ടൂണാണ്, ടി വിയിൽ സ്ഥിരം കാണുന്നതാണ്. പറ്റുന്ന പോലെയൊക്കെ സാധനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗാണ് അത് കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം മുമ്പേ തൊമ്മൂന് ബർത്ത്ഡേയെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ടായിരുന്നു. കാരണം സൂപ്പർ സോണിക്ക് വേണമെന്ന് അതുകൊണ്ടായിരിക്കാം നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എളുപ്പമായി. ഞാൻ അതനുസരിച്ച് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ്, കേക്ക്, ബലൂൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലെക്സ് ആമസോണിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്താണ്. ബാക്കി ഐറ്റംസ് ഒക്കെ അല്ലാതെ കടകളിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട്, ഓൺലൈനായിട്ട് വാങ്ങിച്ചതും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ തൊമ്മും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാം തൊമ്മു പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം തന്നെ എല്ലാം അമ്മ ബലൂൺസൊക്കെ സെറ്റാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മി ഉണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബലൂണെല്ലാം കെട്ടി സെറ്റ് ചെയ്തത് പിറ്റേ ദിവസമായിരുന്നു. തലേദിവസം ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് തൊമ്മു രാവിലെ അംഗനവാടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംഗനവാടിയിൽ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു കേക്ക് കട്ട് ചെയ്യണം, ചോക്ലേറ്റ് കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെറിയ കേക്കൊക്കെ ആയിട്ടാണ് അംഗനവാടിയിൽ പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ തൊമ്മൂനേക്കാളും ഉത്സാഹം യസൂനും ഉണ്ടായിരുന്നു. കാരണം ചേട്ടൻ്റെ ഹാപ്പി ഹാപ്പി എന്നും പറഞ്ഞ് ഇങ്ങനെ ഇതിലെ നടക്കുമായിരുന്നു. ബലൂൺ വീർപ്പിക്കുമ്പോഴും എല്ലായിടത്തും യസും ഉണ്ടായിരുന്നു. അങ്ങനെ അംഗനവാടിയിൽ നിന്ന് ആഘോഷമായിട്ട് കേക്കൊക്കെ മുറിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തൊമ്മു പറഞ്ഞു, എന്നാൽ പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് പോയേക്കാം, ബർത്ത്ഡേ ആയതുകൊണ്ട് ലീവാന്നൊക്കെ പറഞ്ഞ് തൊമ്മു പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞ് തൊമ്മു ദിവസം ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബലൂൺസ് ഇതുപോലെ 4 ക്രോസ് ചെയ്തിട്ട് പിന്നെ ഈ നൂലിലാണ് കെട്ടി ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടാണ്. എനിക്കിപ്പോൾ ഇവരുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ചെയ്ത് നല്ല വശമായി. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ തൊമ്മൂനെ യസുവിനെയൊക്കെ റെഡിയാക്കി എടുത്തു. 4 മണിയായപ്പോഴത്തേക്കും ഇപ്പോൾ സോണിക്കിൻ്റെ ഡ്രസ്സൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എറണാകുളത്തൊന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ പോയ സമയത്ത് ഫോറം മാളിൽ നിന്ന് കറക്റ്റ് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡിയായിട്ട് രണ്ടുപേരും കാത്തിരിക്കുന്നത് വേറെ ആരെയല്ല, പമ്മുച്ചേട്ടനെയാണ്. അപ്പം സ്ഥിരമായിട്ട് വേറെ ഫോട്ടോ എടുക്കാറുണ്ട് എല്ലാ ബർത്ത്ഡേസിനും. അപ്പോൾ ഇതാണ് നമ്മുടെ പമ്മുച്ചേട്ടൻ. പമ്മു എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് തന്നെ ഒരു അടിപൊളി വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ചേട്ടൻ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ തൊമ്മുവിൻ്റെ യസുവിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ചേട്ടൻ വരാറുണ്ട്. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് തരാറുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഫോട്ടോസിനും നല്ല കമൻസ് എപ്പോഴും കിട്ടാറുണ്ട്. ആരാ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവരും, ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ. അപ്പം ഇവരെയൊക്കെ വെച്ചൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. അങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കും. അങ്ങനെ നല്ലൊരു ക്ഷമ വേണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിള്ളേരുടെ ഫോട്ടോ എടുക്കാൻ പ്രത്യേകിച്ച്. ഈ ഫോട്ടോസും വീഡിയോസും ഒത്തിരി എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതിങ്ങനെ മെമ്മറീസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നത് എനിക്കൊരു ഭയങ്കര ഇതാണ്. കാരണം നമുക്ക് ഒത്തിരി നാൾ കഴിയുമ്പോൾ അത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിനോട് പറയാറുണ്ട്, ഒരു 10 വയസ്സ് വരെയെങ്കിലും ഇവരുടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് സൂക്ഷിക്കണം എല്ലാ ബർത്ത്ഡേസിനും. അപ്പോൾ അത് കഴിഞ്ഞൊക്കെ ഇവർ കുറച്ചും കൂടെയൊക്കെ വലുതായി കഴിയുമ്പോൾ അങ്ങനെ കിട്ടണം എന്നൊന്നുമില്ല. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആണല്ലോ. അങ്ങനെ നമ്മൾ വളരെ ആഘോഷമായിട്ടുള്ള രീതിയിൽ കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല, നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, പിന്നെ ഡാഡിയും മമ്മി ചാച്ചായി, അങ്ങനെ നമ്മുടെ വീട്ടിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊമ്മൂന് അങ്ങനെ കേക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളൊന്നും അല്ല. ആ സമയത്ത് കുറച്ച് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വായി വെച്ചാൽ അത്രേ കഴിക്കുള്ളൂ, പിന്നെ കഴിക്കാറില്ല. പിന്നെ ഒരു അംഗമായിരുന്നു അവിടെ, ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് പരിപാടി തന്നെയായിരുന്നു. ഒരാൾക്ക് മാത്രമായിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് വലിയൊരു ബോക്സിലേക്ക് 2 പേരുടെയും ഗിഫ്റ്റ് നിറച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അവരവരുടെ സാധനങ്ങൾ തപ്പിയെടുക്കുന്ന തിരക്കിലാണ് 2 പേരും. നേരത്തെ ഇന്ന സാധനങ്ങൾക്കൊക്കെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള ഗിഫ്റ്റുകളാണ് വാങ്ങിച്ചത്. വാങ്ങിച്ച സാധനങ്ങളെല്ലാം അപ്പം തന്നെ പൊട്ടിച്ച് എല്ലാം പയറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാ ബോക്സും തുറക്കാൻ വളരെ ആകാംക്ഷയിലായിരുന്നു. യെസുവൊക്കെ ഓരോ മൂലയ്ക്ക് ഇരുന്നിട്ട് കുത്തി തുറന്ന് എല്ലാം പരിശോധനയായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിങ്ങിൻ്റെ അവസാനത്തോടുകൂടി നമ്മുടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ അവസാനിച്ചു. അപ്പോൾ തൊമ്മൂന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചവരുടെയൊക്കെ ഒന്ന് ഓടിപ്പോയിട്ട് കണ്ടിട്ട് വന്നാലോ. ഹാപ്പി ബർത്ത്ഡേ.
ഹാപ്പി ബർത്ത്ഡേ തോന്നുന്നു. അപ്പോൾ ബർത്ത്ഡേ വിഷസ് അറിയിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.